നമ്മളിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ പുറകിലേക്ക് കാണുന്നത് കയർ മ്യൂസിയം. നമ്മളിത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്റർനാഷണൽ കയർ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയും. ഇപ്പൊ ഇവിടെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവധിയായിരിക്കും. നമ്മൾ വന്നിട്ടുള്ളത് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ടിക്കറ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഫോട്ടോഗ്രാഫി ഉൾപ്പെടെ 90 രൂപ ചാർജ് ആയിട്ടുണ്ട് കേട്ടോ. മുഴുവനായി ചകിരിയിൽ തീർന്നിട്ടുള്ള ഒരു താജ്മഹൽ നമുക്കിവിടെ കാണാൻ കഴിയും കയറി വരുമ്പോൾ തന്നെ. കയറിലും ചകിരിയിലും അതുപോലെ തന്നെ ചിരട്ടകളിലൊക്കെ തീർത്തിട്ടുള്ള ഒരുപാട് നല്ല നല്ല വസ്തുക്കളും രൂപങ്ങളും ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഗണപതിനെയും ഗണപതിയുടെ വാഹനമായ എലിയെയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുട്ടി ആനേനെയൊക്കെ ചെയ്തു വെച്ച് നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നത് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ. ലോട്ടസ് ടെമ്പിൾ എന്നാണ് അതിനറിയപ്പെടുന്നത്. ഗണപതി അതുപോലെ തന്നെ പഴയ കാലത്തുള്ള വിളക്കുമാടം മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരുപാട് നല്ല കാഴ്ചകൾ ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. ഈ കാണുന്നത് ഹെൻറി ഇസ്മയിൽ, ജെയിംസ് ഡാര എന്ന് പറഞ്ഞ 2 വിദേശികളുടെ പ്രതിമകളാണ്. അപ്പൊ ഇവർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യമായിട്ട് കയർ ഫാക്ടറി നിർമ്മിച്ചിട്ടുള്ള ആളുകൾ ഇവരാണ്. ബംഗാളിൽ ചണോൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന വിദേശികളായ ഇവർ 2 പേര് കയറിന്റെ സാധ്യതകളെ പറ്റി പഠിക്കുകയും അതുപോലെ തന്നെ കുറച്ച് വിദഗ്ധരായിട്ട് ആലപ്പുഴയിൽ വന്ന് ഫാക്ടറി തുടങ്ങിയാണുണ്ടായത്. ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ആളുകൾ ചെയ്തിരുന്നത്. 6 മുതൽ ഏകദേശം എനിക്കൊന്ന് 1 വർഷം വരെയൊക്കെയാണ് ഇവർ മടല് വെള്ളത്തിൽ മുക്കിയിട്ടതിന് ശേഷമൊക്കെ എടുത്തിട്ട് ഇതേപോലെ വടി കൊണ്ട് അടിച്ച് ചകിരിച്ചോറും ചകിരിയും മാറ്റുന്ന ഒരു രീതിയാണ് നമുക്ക് പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ വരാം, കുറച്ചു കാലം പുറകിലോട്ടൊക്കെ പോവാം. ഈ കാണുന്നതാണ് റാട്ട്. അപ്പൊ ഒരു സൈഡിൽ റാട്ട് കറക്കുകയും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് അരയിലേക്ക് ചകിരി വെച്ച് കെട്ടിയിട്ട് ഇതിലോട്ട് ജോയിൻ ചെയ്തും കൊടുക്കുന്ന ഒരു രീതിയിലാണ് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് മെഷീൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എല്ലാ ഡീറ്റെയിലും ഈ മ്യൂസിയത്തിൽ തന്നെ ഓരോ പിക്ചറായിട്ടും പഴയ കാലത്ത് ഫോട്ടോസൊക്കെ ആയിട്ടൊക്കെ ഇവർ സെറ്റ് ചെയ്ത് എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാലഘട്ടത്തെ റാട്ടുകളും പല പല നാട്ടിൽ ഉപയോഗിച്ചിരുന്ന റാട്ടുകളും എല്ലാം ഇവിടെ വന്നാലും നമുക്ക് കാണാൻ കഴിയും. ഈ റാട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ കയർപിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കൈകൊണ്ട് തെറുത്ത് വിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇത് മുഴുവനായിട്ട് കയറിൽ തീർത്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു കിളി കൂട്ടിൽ കിടക്കുന്നതായിട്ടാണ് നമുക്ക് ആദ്യം തോന്നുമെങ്കിലും മനുഷ്യന്റെ ഫേസാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കൂടുതലും ചകിരിയിലും കയറിലും അതുപോലെ തന്നെ ചിരട്ടകളിലൊക്കെ തീർത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. മദർ തെരേസ, മഹാത്മാഗാന്ധിയുടെ കാർട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും.
നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഇത് ഓരോന്നും അത്ഭുതങ്ങൾ തന്നെയാണ് കേട്ടോ. അത് നേരിട്ട് വന്ന് കണ്ടാലാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഫീൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിരട്ടയിൽ തീർത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കാണാൻ കഴിയും. മനുഷ്യരുടെ രൂപങ്ങളും അതുപോലെ തന്നെ ഒരു കാളവണ്ടി, അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളോടെ കാണാൻ കഴിയും. അതിൻ്റെ എല്ലാ ഫിനിഷിംഗ് ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. മിഷനറി എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് ഒരു ഭാഗം തന്നെ ഈ ഒരു മ്യൂസിയത്തിന്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് സഞ്ചരിക്കുന്ന ചകിരി ഉൽപാദന യന്ത്രം. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് മെഷീൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷെ ഈ വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എല്ലാം കാണിച്ച് തീർക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ വീഡിയോ കൂടുതൽ ലെങ്തിലോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ 1-2 മെഷീൻസ് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വള്ളം തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടൈം ചെലവഴിക്കുന്ന ഒരു സ്ഥലത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് എടുക്കാൻ പറ്റും. നല്ല നല്ല ഫ്രെയിമും അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് പഴയൊരു കാലഘട്ടത്തിലുള്ള ഒരു ഫാക്ടറി ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ കഴിയുന്നവർക്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുവരെ വരാത്തവരൊക്കെ തീർച്ചയായിട്ടും ആലപ്പുഴ കലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് കാണുക, കുറെ അറിവുകളും കിട്ടും, ഫോട്ടോസ് എടുക്കാം, കുറച്ച് നല്ല കാഴ്ചകളും ആർട്ടുകളൊക്കെ കാണാം. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പൊ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.